നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. 2026 വരവേൽക്കുകയാണ് രാജ്യം. ലോകമെങ്ങും പുതുവത്സരാഘോഷമാണ്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പുതുവർഷം എത്തിയതും എത്തുന്നതുമെല്ലാം. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകണം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ഒക്കെ പുതുവർഷമാകട്ടെ എല്ലാവർക്കും. ആദ്യം മിഡിൽ ഈസ്റ്റ് ന്യൂസിൽ തലക്കെട്ടുകൾ കാണാം. ലോകത്ത് പുതുവർഷം പിറന്നു. ആവേശത്തിമിർപ്പിൽ പുതുവർഷത്തെ വരവേറ്റ് രാജ്യം. 2026 വരവേൽക്കാനൊരുങ്ങി ഗൾഫ് രാജ്യങ്ങളും. പുതുവർഷം ആദ്യമെത്തിയത് കിരിബാത്തിയിൽ. ന്യൂസിലൻഡും പുതുവർഷത്തെ വരവേറ്റു. അവസാനം പുതുവർഷം എത്തുന്നത് US-ൽ. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടാൻ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും. സ്വർണ്ണക്കൊള്ളയുമായി ഡി മണിക്ക് ബന്ധമുണ്ടോ എന്നതിൽ തെളിവ് ലഭിച്ചില്ല. ഇറിഡിയം തട്ടിപ്പിൽ ഡി മണിക്ക് പങ്കെന്ന് കണ്ടെത്തൽ. CPI ചതിയൻ ചന്തുവെന്നും എല്ലാം നേടിയിട്ടും സർക്കാരിനെ തള്ളിപ്പറയുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ. ചതിയൻ ചന്തു എന്ന തൊപ്പി 1000 വട്ടവും ചേരുന്നത് അത് പറഞ്ഞയാൾക്കെന്ന് ബിനോയ് വിശ്വം. വെള്ളാപ്പള്ളിയെ കണ്ടാൽ താൻ കാറിൽ കയറ്റില്ലെന്നും ബിനോയ് വിശ്വം. തദ്ദേശ തിരഞ്ഞെടുപ്പ് പരാജയം ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പെന്നും CPI സംസ്ഥാന സെക്രട്ടറി. മതരാഷ്ട്രമെന്ന സങ്കല്പം ഗുരുനിന്ദയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരുദേവ ദർശനങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. ബുൾഡോസർ രാജ് വിവാദങ്ങൾക്കിടെ ശിവഗിരിയിൽ വേദി പങ്കിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും. UAE നടപ്പാക്കുന്ന ഈ വർഷത്തെ സ്വദേശീവൽക്കരണ പദ്ധതിയായ നാഫിസിന്റെ കാലാവധി അവസാനിച്ചു. നാളെ മുതൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ അധികൃതരുടെ പരിശോധന ആരംഭിക്കും. 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ 2% സ്വദേശീവൽക്കരണം പൂർത്തിയാക്കണം. ലോകത്ത് പുതുവർഷം പിറന്നു. പുതുപ്രതീക്ഷകളോടെ 2026 വരവേൽക്കുകയാണ് രാജ്യം. വിപുലമായ ആഘോഷ പരിപാടികളാണ് എല്ലായിടത്തും നടക്കുന്നത്. സംസ്ഥാനത്തും വലിയ ആവേശത്തോടെ പ്രതീക്ഷയോടെയാണ് 2026 വരവേൽക്കുന്നത്. വിപുലമായ ആഘോഷ പരിപാടികൾ നാടെങ്ങും നടക്കുകയാണ്. 2026 വരവേൽക്കാൻ ഗൾഫ് രാജ്യങ്ങളും ഒരുങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. പുതുവർഷത്തെ ആദ്യം വരവേറ്റത് പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ കിരിബാത്തി ദ്വീപിലാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 പുതുവത്സരം പിറന്നത്. ഇന്ത്യൻ സമയം 4:30 ന്യൂസിലൻഡിലും പുതുവർഷമെത്തി. പിന്നാലെ ഓസ്ട്രേലിയ, ജപ്പാൻ, ചൈനയും ഒക്കെ പുതുവർഷത്തെ വരവേറ്റു. പുതുപ്രതീക്ഷകളോടെ 2026 വരവേറ്റ് ലോകം. പസഫിക് ദ്വീപ് രാഷ്ട്രമായ കിരിബാത്തി ദ്വീപിലാണ് 2026 സ്വാഗതം ചെയ്ത ലോകത്തെ ആദ്യ സ്ഥലം. ഹവായിക്ക് തെക്ക് കിഴക്കായും ഓസ്ട്രേലിയയ്ക്ക് വടക്ക് കിഴക്കായും സ്ഥിതി ചെയ്യുന്ന പസഫിക് സമുദ്രത്തിലെ കിരിബാത്തി രാജ്യത്തിന്റെ ഭാഗമാണ് ഈ ദ്വീപ്. ഇന്ത്യൻ സമയം ഇന്നുച്ചയ്ക്ക് 3:30 ഇവിടെ പുതുവത്സരം പിറന്നത്. 1995 കിരിബാത്തി സർക്കാർ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിൽ വരുത്തിയ മാറ്റമാണ് ഈ രാജ്യത്തെ ലോകത്തെ ആദ്യ പുതുവർഷാഘോഷ കേന്ദ്രമാക്കി മാറ്റിയത്. തൊട്ടു പിന്നാലെ ഇന്ത്യൻ സമയം 4:30 ന്യൂസിലൻഡിലെ ചാതും ദ്വീപിലും പ്രധാന നഗരമായ ഓക്ലൻഡിലും പുതുവർഷമെത്തി. നഗരത്തിലെ സ്കൈ ടവറിൽ നടന്ന മനോഹരമായ വെടിക്കെട്ടോടെയാണ് ന്യൂസിലൻഡ് ജനത 2026 വരവേറ്റത്. കൗണ്ട് ഡൌണിന് പിന്നാലെ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത ഈ കാഴ്ച കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് നഗരമധ്യത്തിൽ ഒത്തുകൂടിയത്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലും പുതുവർഷത്തെ വരവേറ്റു. പിന്നാലെ മണിക്കൂറുകളുടെ ഇടവേളയിൽ
ജപ്പാൻ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ, ചൈനയിലുമൊക്കെ വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് പുതുവർഷത്തെ വരവേറ്റത്. ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 ആയിരിക്കും UK-യിലെ പുതുവർഷാഘോഷം. ലോകരാജ്യങ്ങളെല്ലാം ചുറ്റിക്കണ്ട് അവസാനം പുതുവർഷം എത്തുന്നത് US-ലായിരിക്കും. രാവിലെ 10:30-ക്കായിരിക്കും അമേരിക്കൻ പുതുവർഷം. ഏറ്റവും അവസാനം പുതുവർഷം എത്തുക അമേരിക്കയിലെ ജനവാസമില്ലാത്ത ബേക്കർ ദ്വീപ്, ഹൗലാൻഡ് ദ്വീപ് എന്നിവിടങ്ങളിലാണ്. നാളെ ഇന്ത്യൻ സമയം 5:30-നായിരിക്കും ഇത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. പുത്തൻ പ്രതീക്ഷകളും മാറ്റങ്ങളും ഒക്കെയായി പുതുവത്സരത്തെ വരവേൽക്കുകയാണ് ലോകം. രാജ്യത്തും വിപുലമായ ആഘോഷ പരിപാടികളോടെ എല്ലായിടത്തും ഇപ്പോൾ പുതുവത്സരാഘോഷ പരിപാടി ആഘോഷിക്കുകയാണ്. സംസ്ഥാനത്തും ഉടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് കോവളത്ത് നടന്ന പുതുവത്സരാഘോഷത്തിൽ പങ്കെടുത്തത് ആയിരങ്ങളാണ്. ആഘോഷത്തെ വരവേറ്റ് തിരുവനന്തപുരത്ത് ആദ്യമായി പപ്പാഞ്ഞിയെ കത്തിച്ചു. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അവിടെയും വിപുലമായ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് നാട് മുഴുനീളം എല്ലാ രീതിയിലും ആവേശപൂർവ്വമാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. 2026-നെ പ്രതീക്ഷയോടെ വരവേൽക്കുന്നത് പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, വലിയ ആവേശത്തോടെ ആഘോഷത്തോടെയാണ് എല്ലായിടത്തും ഇപ്പോൾ ന്യൂ ഇയർ ആഘോഷം നടക്കുന്നത്. എന്തൊക്കെയാണ്? 2026-ന്റെ ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. 25-ലെ എന്തുണ്ടെങ്കിലും മറന്നേക്കൂ, ഈ 26 പിറന്നിരിക്കുകയാണ്. 2026-ലെ ആഘോഷങ്ങൾ അടിച്ചു പൊളിക്കുകയാണ് യുവത്വം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കോവളത്താണ്. എനിക്ക് പിറകെ കാണുന്ന ഈ വളരെ വലിയൊരു കൂട്ടം, ഈ യുവാക്കളുടെ കൂട്ടം, അതാണ് ഈ 2026-നെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ഒപ്പം മ്യൂസിക്കൽ ഫ്യൂഷൻ ഉണ്ട്. അത്തരത്തിൽ കോവളം അടിപൊളിയാണ്. നമുക്ക് ഇവിടെ ചോദിക്കാം, എന്താ എക്സ്പെക്ടേഷൻ ഉണ്ടോ? വൈബാണ്, വൈബാണോ? വൈബാണോ? വൈബ് എങ്ങനെയുണ്ട്? അടിപൊളി സെറ്റ്, അടിപൊളി വൈബാണ്. നല്ല വൈബ്. 25-ലെ സങ്കടോടുകൾ വിടണം. പിന്നല്ല, അടിപൊളിയാണ്. പിന്നെ 26 എടുക്കും. 26 അടിപൊളിയാവും, എടുക്കും. അത്തരത്തിൽ യുവാക്കളും അതുപോലെ തന്നെ വീട്ടമ്മമാരും ഉൾപ്പെടെ വലിയ സംഘം തന്നെ കോവളത്ത് ന്യൂ ഇയർ അടിപൊളിയാക്കാൻ വന്നിട്ടുണ്ട്. ഏതായാലും പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു. പുതുവർഷത്തിന്റെ എല്ലാവിധ ഒരു ആഘോഷവും മറ്റും എല്ലാമാണ് എനിക്ക് പുറകിൽ കാണുന്നത്. പുതിയ വർഷം, പുതിയ പ്രതീക്ഷകൾ, പുതിയ ലോകം, പുതിയ ചിന്ത. അത്തരത്തിൽ പുതിയ വർഷം എന്തായാലും അടിപൊളിയാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളെല്ലാം തന്നെ സംസ്ഥാനത്തുടനീളം നടപ്പാക്കുകയുണ്ടായി. ഫോർട്ട് കൊച്ചിയിലടക്കം പാപ്പാഞ്ഞിയെ കത്തിച്ചു. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം കോവളത്ത് അടക്കം പാപ്പാഞ്ഞിയെ കത്തിച്ച് തുടങ്ങുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ ഇത്തരത്തിൽ വളരെ വലിയ ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. 2026 നമുക്കറിയാം, പുത്തൻ പ്രതീക്ഷകളാണ്, പുത്തൻ ലോകമാണ്, പുത്തൻ സങ്കല്പങ്ങളാണ്. ഓരോരുത്തരെയും മാറ്റുവാനും അതുപോലെ തന്നെ പുതിയതായുള്ള കാര്യങ്ങൾ ചെയ്യുവാനുമെല്ലാം 2026 പ്രാപ്തരാക്കുന്നുണ്ട്. ഈ കണക്കിന് നൂറുകണക്കിന് ആളുകൾ ഇത്തരത്തിൽ യുവാക്കളടക്കം ഇവിടെ അടിച്ചുപൊളിക്കാൻ, ന്യൂ ഇയർ അടിച്ചുപൊളിക്കാൻ, അവരുടെ എന്ത് സങ്കടങ്ങളോ സന്തോഷങ്ങളോ എല്ലാം മറന്നുകൊണ്ട് ഒരു രാവ് അവർ അടിച്ചുപൊളിക്കുകയാണ്. അത്തരത്തിലാണ് അവർ 2026-നെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ഇതാ മ്യൂസിക്കൽ ഫ്യൂഷൻ ഉണ്ട്, പാപ്പാഞ്ഞിയുണ്ട്. തിരുവനന്തപുരത്തെ ആദ്യത്തെ പാപ്പാഞ്ഞി കത്തിക്കുകയാണ് ഇപ്പോൾ 2026-നെ വരവേറ്റുകൊണ്ട്. കൊച്ചിയിലടക്കം, ഫോർട്ട് കൊച്ചിയിലടക്കം വളരെ വിപുലമായ രീതിയിലുള്ള സംസ്ഥാനത്ത് ആഘോഷ പരിപാടികളുണ്ട്. കർശനമായ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും ന്യൂ ഇയർ എല്ലാം അടിപൊളിയാണ്. ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ആഘോഷങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞിരിക്കുന്നു. 12 മണി പുതുവർഷമാണ്. എല്ലാവർക്കും അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതുവർഷ ആശംസകളോടെ കോവളത്തിൽ നിന്നും പ്രജിത്തം, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രജിത്ത് പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനത്ത് എല്ലായിടത്തും ന്യൂ ഇയർ വൈബാണ് കാണാൻ സാധിക്കുന്നത്. വർണ്ണക്കാഴ്ചകൾ ഒരുക്കി വലിയ ആവേശത്തോടെയും ആഘോഷത്തോടെയുമാണ് സംസ്ഥാനത്തെ എല്ലാവരും 2026-നെ വരവേൽക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലായാലും ഇപ്പോൾ തിരുവനന്തപുരത്തായാലും ഒക്കെ കോഴിക്കോടുമൊക്കെ നമുക്കൊരു ന്യൂ ഇയർ വൈബാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും
നല്ല മാറ്റങ്ങളും അതുപോലെ തന്നെ പുത്തൻ പ്രതീക്ഷകളും ഒക്കെ ആകട്ടെ 2026 എന്ന് ആശംസിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഒക്കെ പുതുവത്സരാശംസകൾ നേർന്നു. എല്ലാവർക്കും പ്രതീക്ഷയുടെയും മാറ്റങ്ങളുടെയും ഒരു നല്ല വർഷമാകട്ടെ എന്ന് ഇരുവരും ആശംസിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതുവത്സരാശംസകൾ നേർന്നു. പ്രതീക്ഷയുടെ തിളക്കമുള്ള സ്വപ്നങ്ങൾ വഹിച്ചുകൊണ്ട് പുതുവർഷം എത്തിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ടതും ദീപ്തവുമായ ഒരു കാലം എത്തിച്ചേരുമെന്ന പ്രത്യാശയുടെ കിരണങ്ങളാണ് പുതുവത്സരാഘോഷങ്ങൾക്ക് നിറവേകുന്നത്. പരസ്പര സ്നേഹത്തിന്റെയും മൈത്രിയുടെയും ഉദാത്ത മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കരുതലോടെ നമുക്കും ഈ ആഘോഷങ്ങളിൽ പങ്കുചേരാമെന്നാണ് മുഖ്യമന്ത്രി ആശംസിച്ചത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പുതുവത്സരാശംസകൾ നേർന്നു. പുതുവർഷം മാറ്റങ്ങളുടേതാകട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് ആശംസിച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗൾഫ് മേഖലയും 2026 വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. അവിടെയും വിപുലമായ ആഘോഷ പരിപാടികളും ആവേശവും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. കുറച്ച് സമയം കഴിയും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഓരോ രാജ്യത്തും പുതുവർഷം എത്തുന്നത്. ശ്രീരാജ് കൈമൾ ചേരുന്നുണ്ട്. ശ്രീരാജ്, UAEയിലും ഒമാനിലുമാണ് ആദ്യം പുതുവർഷം എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ എത്രത്തോളം വലിയ ഒരു ആഘോഷവും ആവേശവും ഒക്കെയാണ് 2026 വരവേൽക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഒരുങ്ങുന്നത്? നമുക്ക് അറിയുന്ന പോലെ തന്നെ അമ്പിളി, ലോകം കാത്തിരിക്കുന്ന പുതുവത്സരാഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നടക്കുന്നത് ദുബായിൽ തന്നെയാണെന്ന് നമുക്ക് പറയാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ നിൽക്കുന്ന ദുബായ് ഡൗൺ ടൗൺ ഏരിയ, അതുപോലെ തന്നെ സഞ്ചാരികളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ഇടമായ ദുബായ് ഗ്ലോബൽ വില്ലേജ്, അബുദാബിയിലെ അൽവദ്ബയിൽ നടക്കുന്ന ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ, ഇത്തരം സ്ഥലങ്ങളിലാണ് ഏറ്റവും ഉജ്ജ്വലമായ രീതിയിലുള്ള പുതുവത്സരാഘോഷം UAEയിൽ നടക്കുന്നത്. ഇതില് ബുർജ് ഖലീഫ, ഡൗൺ ടൗൺ ദുബായ്, അതുപോലെ പാം ജുമൈറ, പിന്നെ ദുബായിലെ ഫെസ്റ്റിവൽ സിറ്റി, ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ്, ബുർജ് അൽ അറബ്, ആ ഹോട്ടലൊക്കെ വളരെ പ്രശസ്തമാണ്. ദുബായിയുടെ തന്നെ ഒരു ഐക്കൺ എന്ന് പറയാവുന്ന ബുർജ് അൽ അറബ് ഹോട്ടൽ ഇരിക്കുന്ന ഭാഗം, എക്സ്പോ സിറ്റി ദുബായ്, ഗ്ലോബൽ വില്ലേജ്, അറ്റ്ലാന്റിസ് എന്നീ സ്ഥലങ്ങളിലാണ് ദുബായിൽ ഏറ്റവും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത്. ഈ ദുബായ് നഗരത്തിലെ വിവിധ ഇടങ്ങളിലായിട്ട്, ഹത്ത ഉൾപ്പെടുന്ന നഗരത്തിലെ വിവിധ ഇടങ്ങളിലായിട്ട് 48 വെടിക്കെട്ട് പ്രകടനങ്ങളാണ് അമ്പിളി ഇത്തവണ നടക്കാൻ പോകുന്നത്. എല്ലായിടത്തേക്കുമുള്ള ആളുകളൊക്കെ ഒഴുകി തുടങ്ങിയെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ UAE സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സഞ്ചാരികളും അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ പുതുവത്സരാഘോഷത്തിനായിട്ട് എത്തിച്ചേരുന്ന മറ്റൊരു സ്ഥലം റാസൽ ഖൈമയാണ്. റാസൽ ഖൈമയിൽ ഏതാണ്ട് 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള വെടിക്കെട്ട് പ്രകടനമാണ് ഇത്തവണയും നടക്കുന്നത്. ഒപ്പം 2300 ഡ്രോണുകൾ ചേർന്നൊരുക്കുന്ന ഒരു ഡ്രോൺ ഷോയും റാസൽ ഖൈമയിൽ അരങ്ങേറുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബുദാബിയിലെ അൽബദ്ബയിലെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിലും രാത്രി വെടിക്കെട്ട് കലാപ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ പവലിയനുകളിൽ അതത് രാജ്യങ്ങളിൽ പുതുവത്സരം പിറക്കുന്ന സമയം എപ്പോഴാണോ അത് കണക്കാക്കിയുള്ള ആഘോഷങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അത് എല്ലാ വർഷവും അത്തരത്തിൽ തന്നെയാണ്. ദുബായിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലോകമെങ്ങു നിന്നുമുള്ള സഞ്ചാരികൾ, ഇവിടെയുള്ള പ്രവാസികൾ, ഇവിടെയുള്ള താമസിക്കുന്നവരൊക്കെ ഒഴുകിയെത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവേശത്തോടു കൂടി പങ്കെടുക്കുന്ന ആഘോഷങ്ങളാണ് ദുബായിൽ എല്ലായിടത്തും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ദുബായ് പോലീസും ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, ദുബായ് ആംബുലൻസ് തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി ഒരുക്കിയിട്ടുണ്ട്. നിരവധി പുതിയ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ സുരക്ഷാ വാഹനങ്ങളെയും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ തവണത്തെയും പോലെ തന്നെ അവിസ്മരണീയമായിട്ടുള്ള ഒരു പുതുവത്സര ആഘോഷങ്ങളായിരിക്കും ദുബായിൽ അരങ്ങേറുക. MRന്റെ ദുബായ്, അതായത് ദുബായ് ബുർജ് ഖലീഫയുടെ നടത്തിപ്പുകാരായ MRന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെ ആ ബുർജ് ഖലീഫയിൽ നടക്കുന്ന വെടിക്കെട്ടും അതുപോലുള്ള ഡ്രോൺ ഷോ ഉൾപ്പെടെയുള്ള പ്രകടനങ്ങൾ കാണാനുള്ള അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു കാഴ്ചകളിലേക്കും ആഘോഷത്തിലേക്കും ഒക്കെ ഇവിടെയുള്ള സുഹൃത്തുക്കൾക്കൊപ്പം ഞാനും ഇറങ്ങാൻ തുടങ്ങിയാണ്. സൂചിപ്പിച്ച പോലെ തന്നെ അവിസ്മരണീയമായ ഒരു പുതുവത്സരത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ് ഗൾഫ് മേഖലയും. UAEയിലും ഒമാനിലും ഒക്കെയാണ് ആദ്യം പുതുവർഷം എത്തുക. ബുർജ് ഖലീഫയിലൊക്കെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ്. നമുക്കറിയാം, ഏഷ്യൻ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ദുബായിലൊക്കെയാണ് ഏറ്റവും വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. അതിനുള്ള അവസാന ഘട്ടത്തിലാണ്. സിരാജ് കൈമളാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇപ്പോഴും പുതുവത്സരാഘോഷ പരിപാടികൾ അരങ്ങേറുകയാണ്. വിപുലമായ ആഘോഷ പരിപാടികളാണ് എങ്ങും നടക്കുന്നത്. കോഴിക്കോട് നിന്ന് രാകേഷ് ഉണ്ട്. രാകേഷിലേക്ക് പോകാം. അമ്പിളി, കോഴിക്കോടും ന്യൂ ഇയർ ആഘോഷിച്ചു. നമ്മളോടൊപ്പം കാസർഗോഡ് നിന്നുള്ള 2 പേരുണ്ട്. കാസർഗോഡ് എവിടെയാ? ചെറുക്കല. എങ്ങനെയാണ് ഇവിടെ
ന്യൂ ഇയറിനായിട്ട് കോഴിക്കോട് സെലക്ട് ചെയ്ത് വന്നതാണ്. പേരെങ്ങനെയാ? അൻസീർ ഫിദ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. എങ്ങനെ ഇഷ്ടപ്പെട്ടോ കോഴിക്കോട് വൈബ്? ഭയങ്കര ക്രൗഡാ. നിങ്ങളെ കാസർഗോഡ് ഭാഷ സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിങ്ങനെ അത് കേട്ടിട്ടാണ് ഞാൻ ജസ്റ്റ് സംസാരിക്കാൻ കരുതിയത്. ഒരു ന്യൂ ഇയർ വിഷ് പറയാൻ തോന്നുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പകരം കാസർഗോഡ് സ്ലാങ്ങിൽ പറയല്ലോ. കാസർഗോഡ് സ്ലാങ്ങില എല്ലാവർക്കും കാസർഗോഡിന്റെ എന്തായാലും കോഴിക്കോട് കൃത്യമായി തന്നെ ഗതാഗത കുരുക്കൊന്നുമില്ലാതെ തന്നെ ബീച്ചിലെത്തിയ ആളുകൾക്ക് ന്യൂ ഇയർ ആഘോഷിക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും ജില്ലാ ഭരണകൂടം ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. MM രാകേഷാണ് കോഴിക്കോട് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. എല്ലായിടത്തും ഇതുപോലെ തന്നെ ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ. പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നടത്തിയ ഡൽഹി യാത്രകളുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ്. അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ പോറ്റിയുടെ മൊഴിയും നിർണായകമാക്കും. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഉന്നതരുടെ പങ്ക് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് കടകംപള്ളി സുരേന്ദ്രനും PS പ്രശാന്തിനും ശേഷം UDF കൺവീനർ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നടത്തിയ ഡൽഹി യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനാണ് ചോദ്യം ചെയ്യൽ. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അടൂർ പ്രകാശും ഒപ്പമുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ഒപ്പമുള്ള ചിത്രം പുറത്തു വന്നപ്പോൾ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരാളുമായുള്ള ബന്ധം എന്നു മാത്രമായിരുന്നു അടൂർ പ്രകാശിന്റെ വിശദീകരണം. അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാകും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുക. കസ്റ്റഡിയിൽ വാങ്ങിയ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ച സ്വർണം എവിടെ വിറ്റഴിച്ചു എന്നത് സംബന്ധിച്ച് തുമ്പുണ്ടാക്കാനാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മൊഴിയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യക്തത വരുത്തും. അതേസമയം MS മണിയെ ചോദ്യം ചെയ്തതിൽ നിന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചില്ല. D മണിയെ പറ്റി വ്യവസായി നൽകിയ മൊഴിയിൽ തുടരന്വേഷണം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ LDF നേതാക്കളിൽ നിന്നും UDF നേതാക്കളിലേക്ക് ശബരിമല സ്വർണ്ണക്കടത്തിലെ ചോദ്യം ചെയ്യൽ എത്തുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടൽ അന്വേഷിക്കണമെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അനുവാദം കിട്ടിയതെങ്ങനെ? ശബരിമല വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാനാണ് MLA യുടെ മുറി വാടക വിവാദമെന്നും N ഹരി കുറ്റപ്പെടുത്തി. അപ്പൊ ഈ SITയുടെ അന്വേഷണം മാത്രമല്ല, മറ്റ് SITയുടെ അന്വേഷണം ഞാൻ പറഞ്ഞ് തീരാൻ പോവുക. അടിയന്തരമായി അവര് ഇത്തരത്തിൽ ആർക്കൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളത്, ഈ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർ, അവരെയും അടിയന്തരമായി ചോദ്യം ചെയ്യുകയും ഇവർക്കുള്ള ബന്ധം എന്താണ് എന്ന് ഒന്ന് ആ അന്വേഷണ പരിധിയിൽ, അടിയന്തരമായി അന്വേഷണത്തിന്റെ പരിധിയിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാരും എന്താണ് അവര് സോണിയയുമായി അവർ പങ്കുവച്ചത്, എന്ത് രഹസ്യമാണ് പങ്കുവച്ചത്, അല്ലെ എന്തിനാണ് കൊണ്ടുപോയതെന്ന് അറിയാൻ വേണ്ടി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. CPIക്കെതിരെ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. CPI ചതിയൻ ചന്തുമാരാണ്. 10 വർഷം കൂടെ നിന്ന് എല്ലാം നേടിയിട്ട് ഇപ്പോൾ തള്ളിപ്പറയുന്നു. വിമർശിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണ്, പുറത്തല്ല. മൂന്നാമത് പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. ചതിയൻ ചന്തു എന്ന വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന് ശക്തമായ മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചതിയൻ ചന്തു എന്ന തൊപ്പി അത് പറഞ്ഞ ആൾക്കാണ് 1000 വട്ടം ചേരുക. വെള്ളാപ്പള്ളിയെ കണ്ടാൽ താൻ കാറിൽ കയറ്റില്ലെന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, ഈ പറഞ്ഞ ആളെയും അറിയാം. ഈ പറഞ്ഞ ആളുടെ നാക്കിൽ നിന്ന് ആ പേര് വീണെങ്കിൽ, ചതിയൻ ചന്തു എന്ന പേര് വീണെങ്കിൽ, ആ തൊപ്പി 1000 വട്ടം വിളങ്ങും ആ തലയ്ക്ക്. ഈ തലയ്ക്ക് തീരെ ചേരില്ല. CPI തലയ്ക്ക് ആ തൊപ്പി ചേരില്ല. ആ തൊപ്പി ആ തലയ്ക്കേ ചേരൂ. ആരായാലും മലപ്പുറം പ്രസ്താവന സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷുഭിതനായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലബാറിൽ മലപ്പുറം, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല.
ഈ ദുഃഖം ഞാനെന്ന് പറഞ്ഞു പോയി എന്ന് പ്രതികരിച്ച വെള്ളാപ്പള്ളി മലപ്പുറത്ത് സ്കൂൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നത് സത്യമല്ലേ എന്നും ചോദിച്ചു. തുടർന്ന് ഇക്കഴിഞ്ഞ 9 വർഷം പിണറായി വിജയൻ സർക്കാർ അനുവാദം തന്നില്ലേ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോഴായിരുന്നു പ്രകോപിതനായത്. എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളെന്ന് പറയാം. മലപ്പുറത്ത് നിന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരം സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങാൻ സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFിനേറ്റ പരാജയം തുറന്നു സമ്മതിക്കാൻ CPM നേതൃത്വം വിസമ്മതിക്കവേ എന്തുകൊണ്ട് ജനങ്ങൾ വിചാരണ ചെയ്തുവെന്ന ചോദ്യമുയർത്തി CPI നേതൃത്വം. തെരഞ്ഞെടുപ്പ് പരാജയം ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കി. പാഠങ്ങൾ പഠിച്ചു തിരുത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. സർക്കാർ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചെന്ന് വിശദീകരിച്ച് CPM നേതൃത്വം പരാജയം മറച്ചുവെക്കുവാൻ ശ്രമിക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് ഉണ്ടായതെന്നും ജനങ്ങളിൽ നിന്ന് നേതൃത്വം പാഠം പഠിക്കേണ്ടത് അനിവാര്യമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നു പറഞ്ഞു. പരാജയം ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പെന്നും തലതാഴ്ത്തിപ്പിടിച്ച് അംഗീകരിക്കുന്നുവെന്നും CPI സംസ്ഥാന സെക്രട്ടറി സമ്മതിച്ചു. ഞങ്ങൾ കാണുന്നത് ഈ പരാജയത്തെ ചരിത്രത്തിൻ്റെ അവസാനമായിട്ടല്ല, കാലത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് കാണുകയാണ് ഞങ്ങൾ. ജനങ്ങൾ തന്ന ഒരു മുന്നറിയിപ്പായി ഞങ്ങളതിനെ കാണുന്നു. ആ മുന്നറിയിപ്പിനെ അതിൻ്റെ എല്ലാം ആദരവോടുകൂടി കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മടിയില്ല. തിരുത്തൽ വരുത്തി LDFിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളിലാണ് CPI നേതൃത്വം. ഇതിന്റെ ഭാഗമായി ജനങ്ങളിൽ നിന്ന് പാഠം പഠിക്കുവാൻ ജനുവരി 15 മുതൽ 31 വരെ ഭവന സന്ദർശനം നടത്തുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു. ഞങ്ങൾ സ്വയം ചോദിക്കും, എന്തുകൊണ്ട് ജനവിധി ഇങ്ങനെയായി എന്ന്. അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായി ഞങ്ങൾ ശ്രമിക്കും. കണ്ടുപിടിച്ചാൽ തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഞങ്ങൾ തിരുത്തും. തെറ്റുകൾ തിരുത്തൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗുണമാണ്. ആർജവം കമ്മ്യൂണിസ്റ്റുകാർക്കേ ഉള്ളൂ. വലതുപക്ഷം ഒരിക്കലും ആർജവം കാണിച്ചിട്ടില്ല. വീണാൽ അവർ പറയും അത് വീഴ്ചയല്ല, വിദ്യയാണെന്ന്. ഞങ്ങൾ പറയും വീണാൽ അത് വീഴ്ചയാണെന്ന് പറയും. എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചത് ചോദിക്കും. ഞങ്ങൾ ആ വീഴ്ചയെ തിരുത്തും. ആ വീഴ്ചയെ തിരുത്തിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും, ഞങ്ങൾ മുന്നേറും. തോൽവി സംബന്ധിച്ച് CPI നേതൃത്വത്തിനെതിരെ വിമർശനമെന്ന രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് കേവലമായ കഥകൾ മാത്രമാണ്. വിമർശനങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമാകില്ല. യഥാർത്ഥ വിശ്വാസികളുമായി CPI കൈകോർക്കുമെന്നും ശബരിമല സ്വർണ്ണപ്പാളി അപഹരിച്ച കേസിൽ SIT അന്വേഷണം മുന്നോട്ടു പോകട്ടെയെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മതരാഷ്ട്രമെന്ന സങ്കല്പം ഗുരുനിന്ദയെന്നും ഗുരുദേവ ദർശനങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ചില ശക്തികൾ ശ്രമിക്കുന്നതായും മുഖ്യമന്ത്രി. 93ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശിവഗിരി മഠത്തിന് കർണാടകയിൽ 5 ഏക്കർ ഭൂമി നൽകുമെന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അറിയിച്ചു. ഒരു മതത്തിന്റെ രാഷ്ട്രമെന്ന സങ്കല്പം പല മതസാരവുമേകം എന്ന് പഠിപ്പിച്ച ഗുരുവിൻ്റെ വചനങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടില്ല എന്ന് പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സങ്കോചം വരുന്നെങ്കിൽ അത് ഒരു പ്രത്യേക മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രം വേണം എന്ന് വാദിക്കുന്നതിനൊപ്പമുള്ള ഗുരുനിന്ദ തന്നെയാവും. ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ തടവറയ്ക്കുള്ളിൽ ഗുരുവിനെ തളച്ചിടാനുള്ള ഗൂഢശ്രമങ്ങൾക്കെതിരെ നാം ജാഗ്രത പാലിക്കണമെന്നും ഐതിഹ്യങ്ങളെയും കൽപ്പിത ഭാവനകളെയും ചരിത്ര സത്യങ്ങളായി അവതരിപ്പിക്കുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ. യുക്തിചിന്തയെയും സ്വാതന്ത്ര്യത്തെയും ചങ്ങലക്കിടുകയാണ് ലക്ഷ്യം. ഇത് സാംസ്കാരിക ഫാസിസത്തിൻ്റെ ദൗത്യമാണ്. അതിനാൽ ഗുരുവിൻ്റെ പ്രസക്തി ഈ കാലത്തും ഏറി വരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. അധികാരം കയ്യിലുള്ള പലരും അശാസ്ത്രീയവും അസംബന്ധജടിലവുമായ കാര്യങ്ങൾ പഠിപ്പിച്ച് കുട്ടികളെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇവിടെ ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്
പരമപ്രാധാന്യം നൽകുന്നതെന്നതും കാണേണ്ടതാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിശിഷ്ടാതിഥിയായിരുന്നു. ശിവഗിരി മഠത്തിന് കർണാടകയിൽ 5 ഏക്കർ ഭൂമി നൽകുമെന്ന് സിദ്ധരാമയ്യ പറഞ്ഞു. The government recently taken a decision to grant 5 acres of land to Narayan Guru Mutt. ബുൾഡോസർ രാജ് വിവാദങ്ങൾക്കിടെയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും പിണറായി വിജയനും ഒരേ വേദിയിലെത്തിയത്. കർണാടക മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയം താൻ കൂടി വേണ്ടതാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനു മുമ്പ് വേദി വിട്ടത് മന്ത്രിസഭായോഗം ഉള്ളതിനാലാണെന്നും വ്യക്തമാക്കി. പ്രസംഗത്തിന് ശേഷം സിദ്ധരാമയ്യയ്ക്ക് ഉപഹാരം നൽകിയാണ് മുഖ്യമന്ത്രി വേദി വിട്ടത്. ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിച്ചു. മന്ത്രി VN വാസവൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അടൂർ പ്രകാശ് MP, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, ഗോകുലം ഗോപാലൻ, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UAE നടപ്പാക്കുന്ന സ്വദേശീവൽക്കരണ പദ്ധതിയായ നാഫിസ് അനുസരിച്ച് ഈ വർഷത്തെ ലക്ഷ്യം പൂർത്തീകരിക്കേണ്ട കാലാവധി അവസാനിച്ചു. ജനുവരി 1 മുതൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ അധികൃതരുടെ പരിശോധന ആരംഭിക്കും. 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രതിവർഷം 2% സ്വദേശീവൽക്കരണം പൂർത്തിയാക്കണമെന്നാണ് നിയമം. എമിറാത്തി ടാലന്റ് കോമ്പറ്റിറ്റീവ്നെസ് കൗൺസിൽ പ്രോഗ്രാം അഥവാ നാഫിസ് എന്ന സ്വദേശീവൽക്കരണ പദ്ധതി 2022 UAE പ്രഖ്യാപിച്ചത്. ഇതുപ്രകാരം 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രതിവർഷം 2% സ്വദേശീവൽക്കരണം പൂർത്തിയാക്കണം. 2022 മുതൽ കണക്കാക്കിയാൽ ഈ വർഷത്തോടെ 8% സ്വദേശികളെയാണ് നിയമിക്കേണ്ടത്. നാളെ മുതൽ നിയമന നടപടികൾ സംബന്ധിച്ചുള്ള പരിശോധനകൾ ആരംഭിക്കും. 6 മാസത്തിലൊരിക്കൽ 1% എന്ന കണക്കിൽ നിയമനം പൂർത്തിയാക്കാനും കമ്പനികൾക്ക് അനുമതി നൽകിയിരുന്നു. 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ പ്രതിവർഷം 1 സ്വദേശിക്കാണ് ജോലി നൽകേണ്ടത്. സ്വദേശീവൽക്കരണ ചട്ടം മറികടക്കാൻ കൃത്രിമമായി നിയമനങ്ങൾ നടത്തിയാൽ 5 ലക്ഷം ദിർഹം വരെയാണ് പിഴ. അതേസമയം നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പ്രതിമാസം ഒരാൾക്ക് 8,000 ദിർഹം എന്ന കണക്കിൽ ഒരു വർഷം 96,000 ദിർഹം പിഴ ചുമത്തും. സ്വദേശീവൽക്കരണ നിയമം കൃത്യമായി നടപ്പാക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ സേവന ഫീസിൽ ഇളവ്, മുൻഗണന എന്നിങ്ങനെയുള്ള ആനുകൂല്യങ്ങളുമുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. മകരവിളക്ക് സീസൺ ആരംഭിച്ചതോടെ അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹമേറുകയാണ്. ഏറെ നേരം ക്യൂ നിന്ന ശേഷമാണ് ഭക്തർക്ക് അയ്യപ്പ ദർശനം സാധ്യമാകുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലുമായി സന്നിധാനത്തേക്ക് എത്തുന്നത്. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്ക് നാടിന്റെ യാത്രാമൊഴി. മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മകൻ മോഹൻലാൽ ചിതയ്ക്ക് തീ കൊളുത്തി. സാമൂഹ്യ രാഷ്ട്രീയ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരടക്കം ഒട്ടേറെ പേർ അന്തിമോപചാരം അർപ്പിച്ചു. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് മാതാ അമൃതാനന്ദമയി മഠവും അമൃത TVയും മോഹൻലാലിന്റെ തിരുവനന്തപുരം മുടവൻ മുകളിലുള്ള വീട്ടിലെത്തിയായിരുന്നു അന്തിമോപചാരം അർപ്പിച്ചത്. മാതാ അമൃതാനന്ദമയി മഠത്തിനു വേണ്ടി മുതിർന്ന സന്യാസി സ്വാമി തുര്യാമൃതാനന്ദപുരിയും തിരുവനന്തപുരം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരിയും അന്തിമോപചാരം അർപ്പിച്ചു. അമൃത TVക്ക് വേണ്ടി ബിസിനസ് ഹെഡ് R ശിവകുമാറും അന്തിമോപചാരം അർപ്പിച്ചു. വിജയ് ഹസാരെ ട്രോഫിയിൽ രാജസ്ഥാനെതിരെ കേരളത്തിന് 2 വിക്കറ്റ് വിജയം. രാജസ്ഥാൻ മുന്നോട്ട് വെച്ച 344 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് കേരളം മറികടന്നത്. ബാബ അപരാജിത് 116 പന്തിൽ നിന്ന് 126 റൺസ് എടുത്തു. ഓപ്പണർ കൃഷ്ണപ്രസാദ് 53 റൺസ് എടുത്തു. ബാലറ്റത്ത് ഏദൻ ആപ്പിൾടോം 18 പന്തിൽ പുറത്താവാതെ 40 റൺസ് എടുത്തു. അവസാന ഓവറിൽ ഏദൻ ആപ്പിൾടോം നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗാണ് കേരളത്തിന് വിജയം സമ്മാനിച്ചത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം.